ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇൻ്റഗ്രേഷൻ 2 ഉദ്ഗ്രഥനം 2ാം ദിവസം പരീക്ഷ കഴിഞ്ഞില്ലേ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ടീച്ചർക്ക് തോന്നിയിട്ടാ. അതുപോലെ മക്കൾക്കും അങ്ങനെയായിരുന്നെങ്കിൽ ആ കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ എക്സാമിന് എന്തൊക്കെയായിരുന്നു കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ വന്നതെന്നും അതിന് എന്തൊക്കെയായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കിയാലോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം അല്ലേ. ആദ്യത്തെ പ്രവർത്തനം അണ്ണാൻ കുഞ്ഞിൻ്റെ ഡയറി ആയിരുന്നു അല്ലേ. ആന മൂപ്പനും അണ്ണാൻ കുഞ്ഞും സുഗന്ധത്തിൻ്റെ ഉറവിടം തേടി പോയത് നിങ്ങൾക്കറിയാമല്ലോ. ആ ദിവസം നടന്ന കാര്യങ്ങൾ ചേർത്ത് അണ്ണാൻ കുഞ്ഞിൻ്റെ ഡയറി തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ആരുടെ ഡയറിയാണ് എഴുതേണ്ടത്? നമ്മുടെ അണ്ണാൻ കുഞ്ഞിൻ്റെ ഡയറിയാണ് എഴുതേണ്ടത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇന്ന് ആനമൂപ്പൻ്റെ പുറത്തേറി കാട്ടിലൂടെ സവാരി പോയ ദിവസമാണ്. പിന്നെ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു മക്കളെ നടന്നിട്ടുണ്ടായിരുന്നത്? ഓർത്തു നോക്കിക്കേ. മരം വെട്ടുകാരെല്ലാം മൃഗങ്ങളെ പേടിച്ചുകൊണ്ട് ജീവനും കൊണ്ട് ഓടിപ്പോയ കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഓർമ്മയില്ലേ. അപ്പോൾ ആ കാര്യങ്ങളും അതുപോലെ തന്നെ ആനമൂപ്പൻ്റെ പുറത്തേറി നമ്മുടെ അണ്ണാൻ കുഞ്ഞ് അങ്ങേ മലയുടെ ചെരുവിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയതും പോകുന്നത് വഴി അവർക്ക് ഏതോ ഒരു പ്രത്യേക സുഗന്ധം കിട്ടിയിട്ടില്ലായിരുന്നു മക്കളെ. ആ സുഗന്ധം തേടി അവരെവിടേക്ക് പോയി? അവസാനം നമ്മുടെ കേശൻ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയില്ലേ. പിന്നീട് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ മറ്റൊരു രാജാവ് അവർക്ക് എന്ത് കൊടുത്തു? പഴക്കൊല കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേ മക്കളെ ഈ ഒരു ഡയറി എഴുതിയിട്ടുള്ളത്? അങ്ങനെയായിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു. എല്ലാ കൂട്ടുകാരും എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നോക്കിക്കേ മക്കളെ. പ്രവർത്തനം 7 ശുചിത്വശീലങ്ങൾ. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ശുചിത്വശീലങ്ങൾ മക്കൾ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ടീച്ചറുടെ ക്ലാസ് കണ്ടുപോയിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമായിട്ട് എഴുതിയിട്ടില്ല മക്കളെ. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യം ഒന്ന് വായിക്കാം. ദിപ്പുവും ദൊപ്പുവും കൂട്ടുകാരാണ്. ദിപ്പു ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ദൊപ്പു ആകട്ടെ വൈകിയാണ് ഉണരുന്നത്. അവൻ പല്ലു തേക്കാതെയാണ് ആഹാരം കഴിക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും അവൻ വലിച്ചെറിയുകയാണ് പതിവ്. ദിപ്പു രാവിലെയും രാത്രിയും പല്ലു തേക്കും. 2 നേരവും കുളിക്കും. കഴുകി ഉണക്കി വൃത്തിയാക്കിയ വസ്ത്രങ്ങൾ ധരിക്കും. ദൊപ്പു ആണെങ്കിൽ നഖം മുറിക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ ദൊപ്പുവിന് ഇടയ്ക്കിടെ രോഗങ്ങൾ വരാൻ തുടങ്ങി. ആരോഗ്യശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ രോഗങ്ങൾ പിടിപെടും. ഇനിയെങ്കിലും ചീത്തശീലങ്ങൾ മാറ്റണം, ദിപ്പു കൂട്ടുകാരനോട് പറഞ്ഞു. കൂട്ടുകാരുടെ വിശേഷങ്ങൾ വായിച്ചല്ലോ. അപ്പം മക്കളടുത്ത് അതിൽ നിന്ന് ചോദിച്ചത് എന്താണ്? ശുദ്ധശീലങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം നമുക്ക് അവിടെ മുകളിൽ വായിക്കാനായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ആ ഒരു പാരഗ്രാഫിൽ തന്നെ എല്ലാ ആൻസറുകളും ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടുന്ന് ജസ്റ്റ് മക്കൾ ഇങ്ങോട്ട് എഴുതിയാൽ മാത്രം മതിയില്ലേ. എന്തൊക്കെയാണ് മക്കളെ ശുചിത്വശീലങ്ങൾ? ദിവസവും 2 നേരം പല്ല് തേക്കുക, അതുപോലെ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും വലിച്ചെറിയാതിരിക്കുന്നത്, പിന്നെയോ ദിവസവും കുളിക്കുന്നത്, കഴുകി ഉണക്കി വൃത്തിയാക്കിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് അല്ലേ, നഖം മുറിക്കുന്നതൊക്കെ എന്താണ്? ശുചിത്വശീലങ്ങളാണ് അല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, നിങ്ങൾക്കുള്ള 8ാമത്തെ പ്രവർത്തനം ദിപ്പൂസ് ബർത്ത്ഡേ. അപ്പോൾ ടീച്ചർ ഇവിടെ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. മലയാളം മീഡിയത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻസ് ടീച്ചർ ഇതിന് ശേഷം പറയാം കേട്ടോ. നോക്കിക്കുക മക്കളെ. ടുഡേ ഈസ് ദിപ്പൂസ് ബർത്ത്ഡേ. ദിപ്പു പാക്ക്ഡ് പേഡാസ് ഇൻ പാക്കറ്റ്സ് ഓഫ് 100s and 10s. അപ്പോൾ നമ്മുടെ ദിപ്പുവിൻ്റെ ബർത്ത്ഡേ ആണല്ലേ. അവൻ എന്ത് ചെയ്തു? നമ്മുടെ പേട മിഠായി എന്ത് ചെയ്തു? പാക്ക് ചെയ്യാണ്. 100sൻ്റെയും അതുപോലെ തന്നെ 10sൻ്റെയും, അതായത് 100 10 കൂട്ടങ്ങളാക്കിയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? പാക്ക് ചെയ്യുന്നത് അല്ലേ. ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് പേഡാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഈച്ച് ക്ലാസ്, കംപ്ലീറ്റ് ദി ബോക്സസ്. അതായത് അവൻ ഓരോ ക്ലാസ്സിലും കൊടുത്തിട്ടുള്ള പേടയുടെ എണ്ണം എത്രയാണെന്നുള്ളത് മക്കളെടുത്ത് താഴെയുള്ള ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഓരോ ക്ലാസ്സിലും കൊടുത്തിട്ടുള്ള എണ്ണം നമുക്കവിടെ താഴെ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ബോക്സ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 10ൻ്റെയും 100ൻ്റെയും 100 കൂട്ടങ്ങൾ തന്നിട്ട് എത്രയാണ് ആകെ ഉണ്ടായിരിക്കുക സംഖ്യ എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടുള്ള മക്കൾക്കാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും അല്ലേ. നോക്കിക്കേ മക്കളെ. 1ാം ക്ലാസ്സിൽ ടോട്ടൽ പേഡാസ് എത്രയാണ് അവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 156 തന്നിട്ടുള്ളത്. അപ്പം മക്കൾ അത് എത്ര 100ൻ്റെ കൂട്ടങ്ങളും എത്ര 10ൻ്റെ കൂട്ടങ്ങളും അതുപോലെ തന്നെ എത്ര 1 കൂട്ടങ്ങളുമാണ് എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര 100s ആണ്?
ഒന്നേ ഉള്ളൂ അല്ലേ? എത്ര ടെൻസ് ഉണ്ട് മക്കളെ? 5 ടെൻസ് ആണ്. എത്ര വൺസ് ഉണ്ട്? 6 ഒന്നുകളാണ് അല്ലേ? അടുത്ത് നോക്കിക്കുക മക്കളെ, നമുക്ക് ടോട്ടൽ പേഡാസ് തന്നിട്ടുണ്ട് അല്ലേ? ആകെ പേട എത്രയാണ്? 103 ആണ്. അതിൽ എത്ര നൂറുകളും എത്ര പത്തുകളും എത്ര ഒന്നുകളാണുള്ളത് മക്കളെ? ഒരു നൂറും പത്തുകളുണ്ടോ? ഇല്ല അല്ലേ? പത്തുകളൊന്നുമില്ല. ഒന്നുകൾ എത്രയാണ്? 3 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാരും അങ്ങനെ തന്നെയല്ലേ എഴുതിയിട്ടുള്ളത്. അടുത്ത് നോക്കിക്കുക മക്കളെ, എത്ര നൂറുകളും എത്ര പത്തുകളും എത്ര ഒന്നുകളാണുള്ളത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ പേട തന്നിട്ടില്ല അല്ലേ? അവിടെ മക്കൾ എഴുതണം. ഹൺഡ്രഡ്സ് എത്രയാണുള്ളത്? 1 ആണല്ലേ? ഒന്നാണുള്ളത്. ടെൻസ് എത്രയാണുള്ളത്? അതും 1 തന്നെയാണുള്ളത്. വൺസ് ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ സംഖ്യ ഏതായിരിക്കും? 110 ആയിരിക്കും. അടുത്ത് നോക്കിക്കേ മക്കളെ, 4ാം ക്ലാസ്സിൽ 124 പേഡാസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 1. എത്ര ടെൻസ് ഉണ്ട്? 2. എത്ര വൺസ് ഉണ്ട്? 4 ആണ് അല്ലേ? എല്ലാ മക്കളും ഇതുപോലെ തന്നെ എഴുതിയിട്ടില്ലേ? ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കൂ. റൈറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഓഫ് ടെൻസ്. അതായത് പത്തുകളുടെ കൂട്ടങ്ങൾ എത്രയാണ് മക്കളെ അവിടെയുള്ളത്? എത്രയുണ്ട് മക്കളെ? 8 10ൻ്റെ കൂട്ടങ്ങളാണ് അല്ലേ? അപ്പോൾ 10ൻ്റെ കൂട്ടങ്ങളിൽ ആകെ എത്ര പേടമിഠായികളുണ്ട് മക്കളെ? 8 10കൾ ചേർന്നാൽ നമുക്കറിയാം അല്ലേ? 80 ആണ് ഉത്തരം വരുന്നത് അല്ലേ? അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. റൈറ്റ് ഇൻ വേർഡ്സ് ദി നമ്പർ ഓഫ് പേഡാസ് ഗോട്ട് ഇൻ ക്ലാസ് 2. അതായത് 2ാം ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ള പേട മിഠായികളുടെ എണ്ണം മക്കളെടുത്ത് അക്ഷരത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതായത് മക്കൾ അവിടെ 103 എന്ന് എഴുതണം കേട്ടോ. 103 എന്ന് വേണം അവിടെ എഴുതാനായിട്ട്. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കിക്കേ. വരികൾ കൂട്ടിച്ചേർക്കാം. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരമൊന്ന് നിൽപ്പുണ്ടേ, പൂമരത്തിൻ കൊമ്പിലിരുന്ന് കുയിലുകൾ കൂക്കൂ പാടുന്നു. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരമൊന്ന് നിൽപ്പുണ്ടേ, പൂമരത്തിൻ ചോട്ടിലിരുന്ന് കുട്ടികൾ കഥകൾ ചൊല്ലുന്നു. അപ്പോൾ ഇതേ രീതിയിൽ മക്കളെടുത്ത് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? തന്നിട്ടുള്ള കവിതയിലോട്ട് വരികൾ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് അതിലുള്ള 2 വരികൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കൂടെ? ഏതൊക്കെയാണ്? ആദ്യത്തെ 2 വരികളില്ലേ? പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരമൊന്ന് നിൽപ്പുണ്ടേ. ഇനി മക്കൾക്ക് എന്തെഴുതാം മക്കളെ? നോക്കിക്കേ, അവിടെ എന്തുണ്ട്? ആ ഒരു മരത്തിൽ പൂക്കളുണ്ടല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? പൂമരത്തിൻ കൊമ്പിൽ പൂക്കൾ നിന്ന് ചിരിക്കുന്നേ എന്ന് എഴുതാം അല്ലേ? പൂമരത്തിൻ കൊമ്പിൽ പൂക്കൾ നിന്ന് ചിരിക്കുന്നേ എന്നുള്ള രീതിയിൽ മക്കൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. മക്കൾക്ക് അതിന് മാർക്ക് കിട്ടുന്നതാണേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കംപ്ലീറ്റ് ദി പാറ്റേൺ അല്ലേ? പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു അല്ലേ? പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മക്കൾക്ക് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, മക്കളെല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു പാറ്റേൺ എഴുതിയിട്ടില്ലേ? നമുക്ക് ആദ്യത്തെ പാറ്റേൺ ഒന്ന് നോക്കാം അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള പാറ്റേൺസ് ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായത്. നോക്കിക്കേ, 2 4 എന്നുള്ള രീതിയിലാണ് ആ ട്രെയിനിൽ നമ്പർ കൊടുത്തിട്ടുള്ളത് അല്ലേ? പിന്നെ 2 സംഖ്യയല്ല, അതിനുശേഷം എന്തുണ്ട്? 10 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോക്കിക്കേ മക്കളെ, അതിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ടുള്ള സംഖ്യകൾ ഏതായിരിക്കും? 2 കഴിഞ്ഞതിന് ശേഷം 4 ആണല്ലേ? അതായത് 2 വിധമാണ് അവിടെ കൂടി വരുന്നത്. അപ്പം 4 കഴിഞ്ഞ ശേഷം അടുത്തത് ഏതായിരിക്കും? 6 8 10 12 എന്ന രീതിയിലാണ് അല്ലേ? ഓക്കെ മക്കളെ, ഇനി രണ്ടാമത്തെ പാറ്റേൺ നോക്കിക്കേ. ആദ്യത്തെ സംഖ്യ 5 ആണ്, പിന്നീട് സംഖ്യ ഇല്ല അല്ലേ? അതിനുശേഷം 15 ഉണ്ട്, പിന്നെ 2 സംഖ്യകൾ എന്താണ്? അവിടെ ഇല്ല. അപ്പോൾ ആ ഒരു പാറ്റേണിൽ 5 വീതമാണ് സംഖ്യകൾ കൂടി വരുന്നത് കേട്ടോ. അപ്പം 5ന് ശേഷം 5ലേക്ക് 5 കൂട്ടിയിട്ട് 10, വീണ്ടും 5 ചേർത്ത് 15, വീണ്ടും 5 ചേർത്ത് 20, 25, 30 എന്നുള്ള രീതിയിൽ വരും. ഇനി അടുത്ത പാറ്റേൺ നോക്കിക്കേ മക്കളെ. ആദ്യം 10 ആണ്, അതിനുശേഷം 30 ആണുള്ളത് അല്ലേ? അതായത് 10ലേക്ക് 20 കൂടിയാലാണ് എത്രയാവുക? 30 ആവുക. അപ്പോൾ നമ്മൾ 30ലേക്ക് വീണ്ടും 20 ചേർത്തിട്ട് 50 ആണ് അതിനുശേഷം എഴുതേണ്ടത്. വീണ്ടും 20 ചേർത്തിട്ട് 70 എഴുതണം. 70ലോട്ട് വീണ്ടും 20 ചേർത്തിട്ട് 90 എന്ന് എഴുതണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടോ? മൂന്നാമത്തെ പാറ്റേൺ ചിലപ്പം ചില കൂട്ടുകാർക്ക് ചെറിയൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലേ? എനിക്ക് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ പരീക്ഷയ്ക്ക് ഒറ്റ ഒന്നുപോലും തെറ്റിക്കാതെ എന്ത് ചെയ്യാം, മുഴുവൻ മാർക്ക് മേടിക്കാം. അതിനായിട്ട് ടീച്ചർ ഇന്ന് 6 മണിക്ക് ശേഷം നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ടീച്ചർ വീഡിയോസ് ആക്കി ഇടാം കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യുക, വേഗം ഇരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത പാറ്റേൺ നോക്കിക്കേ. 51, അതിനുശേഷം സംഖ്യയില്ല അല്ലേ? പിന്നെ 31 ഉണ്ട്, അതിനുശേഷം ഇല്ല, പിന്നെ 11 ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ പാറ്റേൺ കുറഞ്ഞാണ് വരിക. 51 കഴിഞ്ഞ ശേഷം 10 കുറഞ്ഞിട്ട് എത്ര വരും? 41, 31, 21, 11 ആണ് അല്ലേ? ഓക്കെ മക്കളെ, പിന്നീട് അവിടെ ഒരു പാറ്റേൺ നിങ്ങളടുത്ത് സ്വയം എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മക്കൾ എഴുതിയിട്ടുണ്ടോ? എല്ലാ കൂട്ടുകാരും എഴുതിയിട്ടുണ്ടല്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് 10, 20, 30, 40, 50 എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതിയാലും എന്താണ്, പാറ്റേൺ ശരിയാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയായിരുന്നു കൂട്ടുകാരുടെ ഇന്നത്തെ പരീക്ഷ. എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതിയില്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ എക്സാം ഈസി ആയിരുന്നോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.